ഹലോ ഡി സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സക്സസ് കംസ് വിത്ത് എ ഗ്രേറ്റ് വിഷൻ. നമ്മുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാകുന്നത് നമുക്ക് വലിയൊരു വിഷൻ ഉണ്ടാകുമ്പോഴാണ്, വലിയൊരു ലക്ഷ്യം ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ എന്താണ് വിഷൻ എന്ന് നോക്കാം. വിഷൻ ഈസ് എ മെൻ്റൽ പിക്ചർ ഓഫ് യുവർ ഫ്യൂച്ചർ. നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾ എന്തായി തീരണം എന്നതിൻ്റെ ഒരു മെൻ്റൽ പിക്ചറാണ് വിഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഷോസ് വാട്ട് യു വാണ്ട് ടു ബിക്കം ഓർ അച്ചീവ്. ഇത് കാണിക്കുന്നത് നിങ്ങൾക്ക് എന്തായി തീരണം, എന്ത് നേടിയെടുക്കണം എന്നാണ് ഈ വിഷനിലൂടെ കാണിക്കുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് എ ബിൽ ബോർഡ് ഇമേജ് ഓഫ് യുവർ ഫൈനൽ ഗോൾ. നിങ്ങളുടെ ഫൈനൽ ഗോളിൻ്റെ, ഫൈനൽ ലക്ഷ്യത്തിൻ്റെ ഒരു ബിൽ ബോർഡ് ഇമേജാണ്, ഒരു മെൻ്റൽ പിക്ചറാണ് വിഷൻ എന്ന് പറയുന്നത്. വിഷൻ ഗൈഡ്സ് യുവർ ആക്ഷൻസ് ആൻഡ് ഡെസിഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് വലിയൊരു വിഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ തീരുമാനിക്കണം, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് എപ്പോഴും നിങ്ങളുടെ മൈൻഡ് നിങ്ങൾക്ക് ഗൈഡൻസ് തന്നുകൊണ്ടേയിരിക്കും. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് വിഷൻ. വിഷൻ ഗിവ്സ് ഡിറക്ഷൻ ആൻഡ് പർപ്പസ്. അതുപോലെ തന്നെ വലിയൊരു വിഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ഏത് വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്, എന്തായിരിക്കണം നമ്മുടെ ലക്ഷ്യബോധം, ഇതൊക്കെ നമുക്ക് നൽകും വിഷൻ. ഇറ്റ് കീപ്സ് യു ഫോക്കസ്ഡ് ഓൺ യുവർ ഗോൾസ്. നിങ്ങളുടെ ഫൈനൽ ഗോൾസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എപ്പോഴും നിങ്ങളെ ശ്രദ്ധ നിങ്ങൾക്ക് എവിടെയാണ് എത്തേണ്ടത് അതിൽ മാത്രമായിരിക്കും, അല്ലാതെ നിങ്ങൾ മറ്റ് മേഖലകളിലേക്കൊന്നും നിങ്ങൾ ചിന്തിച്ചിതറി പോവുകയില്ല. ഇറ്റ് പ്രൊവൈഡ്സ് മോട്ടിവേഷൻ ഡ്യൂറിങ് ഡിഫിക്കൽട്ട് ടൈംസ്. അതുപോലെ തന്നെ നിങ്ങളിത് പെർസ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാടധികം ഡിഫിക്കൽട്ട് മൊമെൻറ്റുകളൊക്കെ ഉണ്ടായിരിക്കാം. ആ ഒരു സമയത്തൊക്കെ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ തന്നുകൊണ്ടേയിരിക്കും. കാരണം എൻ്റെ ഫൈനൽ ലക്ഷ്യം അതാണ്, അതിലേക്ക് ഞാൻ എത്തിച്ചേരുക തന്നെ ചെയ്യും എന്നുള്ള ആ ഒരു ഇമേജ്, ആ ഒരു തോട്ട്സ് നിങ്ങൾക്ക് എപ്പോഴും തന്നുകൊണ്ടേയിരിക്കും. വിതൗട്ട് വിഷൻ പീപ്പിൾ വാണ്ടർ എയിംലെസ്ലി ആൻഡ് ഗെറ്റ് സ്റ്റക്ക്. വലിയ വിഷൻ ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിഷൻ ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യും, അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. ഇപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ നാളെ ഞാൻ എന്തായി തീരണം, ഈ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം എനിക്ക് എന്താകണം എന്നുള്ളൊരു വിഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അതിനെ ഫോളോ ചെയ്ത് മാത്രം മുന്നോട്ട് പോയാൽ മതി. അല്ലാത്ത ആളുകൾ എന്ത് ചെയ്യും, ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. വിഷൻ മേക്സ് യു കറേജിയസ്, സ്ട്രോങ് ആൻഡ് പെർസിസ്റ്റൻസ്. അപ്പോൾ നിങ്ങൾക്ക് വലിയ വിഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എന്താവും, അത് നിങ്ങളെപ്പോഴും കറേജസ് ആയിരിക്കും. അതുപോലെ തന്നെ സ്ട്രോങ് ആൻഡ് പെർസിസ്റ്റൻ്റ്. ദെൻ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു നല്ലൊരു ബോധം ഉണ്ടായിരിക്കും. നിങ്ങൾക്കെപ്പോഴും നിങ്ങൾ ഭയങ്കര കറേജസ് ആയിരിക്കും, നിങ്ങൾ സ്ട്രോങ് ആയിരിക്കും ആൻഡ് പെർസിസ്റ്റൻ്റ് ആയിരിക്കും. ഒരു സ്ഥിരോത്സാഹം ഉണ്ടായിരിക്കും. ദെൻ ഭയങ്കര ബോൾഡായിരിക്കും. ദെൻ ഇനി ഒരുപാട് കോട്ട്സ് ഉണ്ട് വിഷനെ കുറിച്ചിട്ടുള്ള. ബൈബിളിൽ ഒരു കോട്ടാണ്, റൈറ്റ് ദി വിഷൻ ആൻഡ് മേക്ക് ഇറ്റ് പ്ലെയിൻ. ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേക്ക് യുവർ വിഷൻ ക്ലിയർ സോ എവരി വൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. നിങ്ങളുടെ വിഷന് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ആ ഒരു വിഷൻ ക്ലിയർ ആക്കി വെക്കുക. എന്നാൽ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, അത് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. ദെൻ ഹെലൻ കെല്ലറുടെ ഒരു കോട്ടാണ്, ദ മോസ്റ്റ് പത്തറ്റിക് പേഴ്സൺ ഈസ് വൺ ഹു ഹാസ് സൈറ്റ് ബട്ട് നോട്ട് വിഷൻ. എന്താ അവർ പറയുന്നത്, ഹെലൻ കെല്ലർ നമുക്കറിയാം, അവർക്ക് കാഴ്ചശക്തി ഇല്ലാത്ത ഒരാളായിരുന്നു ഹെലൻ കെല്ലർ. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ മോസ്റ്റ് പത്തറ്റിക് പേഴ്സൺ ഈസ് വൺ ഹു ഹാസ് സൈറ്റ് ബട്ട് നോ വിഷൻ. ഏറ്റവും മോശം, അല്ലെങ്കിൽ ഏറ്റവും നിസ്സഹ്യനായൊരു വ്യക്തി എന്ന് പറയുന്നത് കാഴ്ചയില്ലാത്ത ആളല്ല, പക്ഷേ അയാളുടെ ജീവിതത്തിനെ കുറിച്ചൊരു വിഷൻ ഇല്ലാത്ത ആളെയാണ് ഏറ്റവും പത്തറ്റിക് ആയിട്ടുള്ള, ഏറ്റവും നിസ്സഹ്യനായ ഒരു വ്യക്തി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. സോ ലൈഫ് ഈസ് എംപ്റ്റി വിത്ത് എ ഡ്രീം വിത്തൗട്ട് എ ഡ്രീം ഓർ പർപ്പസ്. അപ്പോൾ അവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എംപ്റ്റിയാണ്, ശൂന്യമാണ്. നമുക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ല, സ്വപ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് വേസ്റ്റ് ആണെന്നാണ് അവർ പറയുന്നത്. വിഷൻ ആൻഡ് ലീഡർഷിപ്പ്. ഓൾ ഗ്രേറ്റ് ലീഡേഴ്സ് ഹാവ് സ്ട്രോങ് വിഷൻ. അതുപോലെ തന്നെ ഈ ലോകത്തുള്ള എല്ലാ മഹാന്മാരായ ആളുകൾക്കും നല്ല വിഷൻ ഉണ്ടായിരുന്നു. അല്ലാതെ അവരൊരിക്കലും പെട്ടെന്നൊരു ദിവസം ആരും അവരുടെ ഒരു പൊസിഷനിലേക്ക് അവർ എത്തിച്ചേരില്ല. സോ ലീഡേഴ്സ് ഇൻസ്പയർ അതേഴ്സ് ത്രൂ ദെയർ വിഷൻ. അപ്പോൾ ലീഡേഴ്സ് എന്ത് ചെയ്യുന്നു, മറ്റുള്ളവരെ അവരുടെ വിഷനിലൂടെയാണ് ഇൻസ്പയർ ചെയ്യുന്നത്. അവർക്ക് വലിയ വിഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇപ്പം എലോൺ മസ്ക് ആയിക്കോട്ടെ, ജാക്ക് മൈ ആയിക്കോട്ടെ, വലിയ വലിയ ലീഡേഴ്സിനെ, അല്ലെങ്കിൽ വലിയ വലിയ ഓൺടർപ്രണീർ മേഖലയിലൊക്കെ മുന്നിൽ നിൽക്കുന്ന ആളുകളൊക്കെ അവർക്ക് വലിയ വിഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ഇന്ന് ആ മേഖലയിൽ തിളങ്ങി നിൽക്കുന്നത്. സോ വിഷൻ യുണൈറ്റ്സ് പീപ്പിൾ ആൻഡ് ഇൻക്രീസ് ടീം വർക്ക്. വലിയ വിഷനുള്ള ആളുകൾ എന്ത് ചെയ്യും, ആളുകളെ ഒരുമിച്ച് നിർത്തിയിട്ട് അവരുടെ ടീം വർക്കിൽ എല്ലാ മേഖലകളിലെയും അവർ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് അവർക്ക് കഴിയും. ദെൻ ലീഡേഴ്സ് മസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ദി വിഷൻ ക്ലിയർലി ആൻഡ് ഓഫൺ. അതുപോലെ തന്നെ ലീഡേഴ്സ് എന്ത് ചെയ്യണം, അവരുടെ വിഷന്, അപ്പോൾ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കൊക്കെ എന്താണ്, നമുക്ക് എങ്ങോട്ടാണ് സഞ്ചരിക്കേണ്ടതെന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒപ്പമുള്ള ആളുകളോട് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നെങ്കിൽ അവർക്ക് എങ്ങോട്ടാണ് തിരിയേണ്ടതെന്ന് അവർക്ക് മനസ്സിലാവുകയുള്ളൂ. എ ലീഡർ വിത്തൗട്ട് വിഷൻ ലോസസ് ദ ടീം ആൻഡ് ഫെയിൽസ്. അതുപോലെ തന്നെ ഒരു ലീഡർക്ക് ഏതൊരു മേഖലയിലും ഒരു ലീഡർ ഉണ്ടായിരിക്കും, നമ്മളെ നയിക്കുന്ന ഒരാളുണ്ടായിരിക്കും. അയാൾക്ക് എങ്ങോട്ടാണ് സഞ്ചരിക്കേണ്ടതെന്ന് അറിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, അവരുടെ കാര്യങ്ങളൊക്കെ അവിടെ ഫെയിലായിരിക്കും. അപ്പം നമുക്ക് എങ്ങോട്ടാണ് സഞ്ചരിക്കേണ്ടത്
എന്നൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ബോധം നമുക്കുണ്ടായിരിക്കണം, എങ്ങോട്ടാണ് നമുക്ക് എത്തിച്ചേരേണ്ടത്. എന്നിട്ട് അതിന് അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മുന്നോട്ട് സഞ്ചരിക്കേണ്ടത്. അത് അങ്ങനെ ഒരു വിഷൻ ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എല്ലാം ഫെയിലായിരിക്കും. ദെൻ എക്സാമ്പിൾസ് ഓഫ് ലീഡേഴ്സ് വിത്ത് വിഷൻ. നെൽസൺ മണ്ടേല, വിഷൻ ഓഫ് എ സൗത്ത് ആഫ്രിക്ക വിത്തൗട്ട് അപ്പാർത്തിയുടെ. നെൽസൺ മണ്ടേലയുടെ വിഷനായിരുന്നു അദ്ദേഹം അപ്പാർത്തിയുടെ മീൻസ് വർണ്ണ വിവേചനം. അതായത് വെള്ളക്കാർക്ക് കൂടുതലായിട്ടും എല്ലാ മേഖലകളിലും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക, എന്നാൽ കറുത്ത വർഗ്ഗക്കാരായ ആഫ്രിക്കക്കാരെ എല്ലാ മേഖലയിലും തരം താഴ്ത്തി കാണിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ളവരുടെ അത്രയും ഫ്രീഡമോ ഇക്വാലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിഷൻ എന്ന് പറയുന്നത് അങ്ങനെയൊന്നും ഇല്ലാത്തൊരു സൗത്ത് ആഫ്രിക്കയായിരുന്നു അദ്ദേഹം കണ്ടിരുന്നത്. അവിടെ എല്ലാവരും തുല്യരായിരുന്നു, എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുന്ന ഒരു സൗത്ത് ആഫ്രിക്ക ആണ് അദ്ദേഹം കണ്ടിരുന്ന വിഷൻ. അതാണ് നെൽസൺ മണ്ടേലയുടെ വിഷൻ ഓഫ് സൗത്ത് ആഫ്രിക്ക വിത്തൗട്ട് അപ്പാർത്തിയുടെ. ദെൻ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ, വിഷൻ ഓഫ് എ സൊസൈറ്റി ഫ്രീ ഫ്രം റാഷ്യൽ ഡിസ്ക്രിമിനേഷൻ. അദ്ദേഹം കണ്ടിരുന്നത് ഒരു സമൂഹം, അതുപോലെ തന്നെ റാഷ്യൽ ഡിസ്ക്രിമിനേഷൻ, വർഗ്ഗവിവേചനമില്ലാതെ, അപ്പോൾ വെളുത്തവനോ കറുത്തവനോ ഇല്ലാത്ത ഒരു സമൂഹത്തെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷൻ. സോ ദെൻ സൂസൻ ബി ആൻ്റണി, വിഷൻ ഫോർ എ വുമൻസ് റൈറ്റ് ടു വോട്ട് ഇൻ ദി USA. അവർ കണ്ടിരുന്ന വിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കുക, അതായിരുന്നു അവർ കണ്ടിട്ടിരുന്ന വിഷൻ. ദെൻ ബിൽഗേറ്റ്സിൻ്റെ വിഷനായിരുന്നു വിഷൻ ഓഫ് എ പേഴ്സണൽ കമ്പ്യൂട്ടർ ഇൻ എവറി ഹോം. എല്ലാ വീട്ടിലും ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കുക, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷൻ. അപ്പോൾ ഓരോ വ്യക്തികൾക്കും അവരുടെ വിഷൻ സിൻഡർലി ഡിഫറെൻ്റ് ആയിരുന്നു. അവരുടെ വിഷൻ അവർക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയതുകൊണ്ട് തന്നെ അവർ ആ മേഖലയിൽ കഠിനാധ്വാനം ചെയ്ത് അവരുടെ വിഷനിലേക്ക്, അവരുടെ ലക്ഷ്യത്തിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ പറ്റിയിട്ടുണ്ട്. ദെൻ ജോൺ മാക്സ്വെൽസ് ഒബ്സർവേഷൻസ്. ഇനി ജോൺ മാക്സ്വെല്ലിൻ്റെ ഒരു ഒബ്സർവേഷനാണ് ഇതിൽ നോക്കുന്നത്. ആഫ്റ്റർ സ്റ്റഡിങ് ലീഡേഴ്സ് ഫോർ 20 years he found all effective leaders shared one thing in common, a clear vision. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഠനത്തിലൂടെ 20 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ലീഡേഴ്സിനെ കുറിച്ച് അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹം പഠിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് കണ്ടെത്തിയിരുന്നത് എല്ലാ ലീഡേഴ്സിനും all effective leaders shared one thing in common, a clear vision. എല്ലാ ലീഡേഴ്സിനും എന്തുണ്ടായിരുന്നു, ഒരു വിഷൻ ഉണ്ടായിരുന്നു. വിഷനില്ലാത്ത ഒറ്റ ലീഡേഴ്സിനും അദ്ദേഹത്തിനെ കാണാനായിട്ട് പറ്റിയിരുന്നില്ല. സോ വിഷൻ ഹെൽപ്സ് ലീഡേഴ്സ് ഓവർകം ഒബ്സ്റ്റിക്കിൾസ് ആൻഡ് റീച്ച് ഗോൾസ്. വിഷനുള്ള ലീഡേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് അവരുടെ ഫൈനൽ ലക്ഷ്യത്തിലേക്ക് അവർക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ദെൻ മിസ്റ്റർ മൈൽസ് മൺറോസ് ടീച്ചിങ്, സൈറ്റ് കംസ് ഫ്രം ദ ഐസ്. നമ്മൾ കാഴ്ചകളെല്ലാം കാണുന്നത് നമ്മുടെ കണ്ണിലൂടെയാണ്. വിഷൻ കംസ് ഫ്രം ദ ഹാർട്ട്. എന്നാൽ വിഷൻ എവിടെ നിന്നാണ് വരുന്നത്, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നാണ്, മനസ്സിൻ്റെ ഉള്ളിൽ നിന്നാണ്. ഇപ്പോൾ ഹെലൻ കെല്ലർക്ക് അവർക്ക് കണ്ണിന് കാഴ്ചയില്ലായിരുന്നു, കേൾവി ശക്തി ഇല്ലായിരുന്നു, പക്ഷെ അവർക്ക് വലിയൊരു വിഷൻ ഉണ്ടായിരുന്നു. ദെൻ വിഷൻ ഈസ് ഡീപ്പർ, സ്ട്രോങ്ങർ ആൻഡ് മോർ പവർഫുൾ ദാൻ സൈറ്റ്. വിഷൻ എന്ന് പറയുന്നത് എന്താണ്, അപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചയെക്കാളും എത്രയോ ഡീപ്പറും സ്ട്രോങ്ങറുമാണ്, അതുപോലെ തന്നെ പവർഫുള്ളാണ് വിഷൻ എന്ന് പറയുന്നത്. സോ ബിൽ ഗേറ്റ്സ് ആൻഡ് ഹിസ് വിഷൻ. ഇനി അതുപോലെ തന്നെ ബിൽ ഗേറ്റ്സിനെ കുറിച്ച് നമുക്ക് ഇതിൽ ഒരുപാട് പഠിക്കാനുണ്ട്. ബിൽ ഗേറ്റ്സിൻ്റെ വിഷൻ എന്താണെന്ന് നോക്കാം. ഗേറ്റ്സ് ആൻഡ് പോൾ അലൻ ഹാഡ് ദെയർ വിഷൻ അറ്റ് എ യങ് ഏജ്. ഇപ്പോൾ ബിൽ ഗേറ്റ്സും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള പോൾ അലനും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് വലിയൊരു വിഷൻ ഉണ്ടായിരുന്നു. ഇൻ ദോസ് ഡേയ്സ് കമ്പ്യൂട്ടേഴ്സ് വർ ആസ് എ ബിഗ് ആസ് റൂം. ആ ഒരു കാലഘട്ടത്തിലെ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ റൂമിൻ്റെ അത്രയും വലിപ്പമുള്ളതായിരുന്നു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എവ്രി വൺ ലോഫ്ഡ് അറ്റ് ദ ഐഡിയ ഓഫ് എ കമ്പ്യൂട്ടർ ഇൻ എ വെരി ഹോം. ആ ഒരു കാലഘട്ടത്ത് എല്ലാവരുടെയും വീട്ടിലൊരു കമ്പ്യൂട്ടർ എത്തിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ വിഷൻസ്. അപ്പോൾ എല്ലാവരും ഒന്ന് അവരെ നോക്കിയിട്ട് കളിയാക്കി ചിരിക്കാറുണ്ടായിരുന്നു. ബട്ട് ഗേറ്റ്സ് ട്രസ്റ്റഡ് ഹിസ് ഇൻറ്റ്യൂഷൻ ആൻഡ് പാഷൻ. പക്ഷേ ബിൽ ഗേറ്റ്സിന് അദ്ദേഹത്തിൻ്റെ ഇൻറ്റ്യൂഷൻ, അദ്ദേഹത്തിൻ്റെ മനസ്സ് കാണിച്ചു കൊടുക്കുന്ന ആ ഒരു വിഷൻ ഉണ്ടല്ലോ, അതിൽ അദ്ദേഹത്തിന് വല്ലാത്ത വിശ്വാസമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാഷനിലും അദ്ദേഹത്തിന് വലിയ വിശ്വാസമായിരുന്നു. സോ അദ്ദേഹം അതെന്ത് ചെയ്തു, അത് ഫോളോ ചെയ്തു. ഹിസ് ഗൈഡിങ് വിഷൻ, എവ്രി ഹോം ആൻഡ് ബിസിനസ് ഷുഡ് ഹാവ് എ കമ്പ്യൂട്ടർ. അദ്ദേഹത്തിൻ്റെ വിഷൻ എന്തായിരുന്നു, എല്ലാ വീട്ടിലും അതുപോലെ തന്നെ ബിസിനസ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടർ ഷുഡ് റൺ മൈക്രോസോഫ്റ്റ് സോഫ്റ്റ്വെയർ. അതിൽ ആ കമ്പ്യൂട്ടറിൽ റൺ ചെയ്യുന്നത് ഏത് സോഫ്റ്റ്വെയർ ആയിരിക്കണം, മൈക്രോസോഫ്റ്റിൻ്റെ സോഫ്റ്റ്വെയർ ആയിരിക്കണം. ഹി ഫോക്കസ്ഡ് ഓൺ സോഫ്റ്റ്വെയർ നോട്ട് ഹാർഡ്വെയർ വിച്ച് ചേഞ്ച്ഡ് ദ വേൾഡ്. അദ്ദേഹം ഹാർഡ്വെയറിലല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫോക്കസ് മുഴുവൻ, കമ്പ്യൂട്ടറിൻ്റെ സോഫ്റ്റ്വെയറിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണ്. അതുകൊണ്ട് തന്നെ അത് ലോകത്തിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കാൻ അതിന് സാധിച്ചിട്ടുണ്ട്. ഹിസ് വിഷൻ വാസ് സോ ക്ലിയർ ദാറ്റ് അതേഴ്സ് അറൗണ്ട് ഹിം കുഡ് ആൾസോ സീ ഇറ്റ്. അദ്ദേഹത്തിൻ്റെ വിഷന് ഭയങ്കര ക്ലിയർ ആയിരുന്നു, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള ആളുകൾക്ക് അത് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. ഹി സ്ട്രോങ് വിഷൻ മെയ്ഡ് ഹിം ദ റിച്ചസ്റ്റ് മാൻ ഫോർ 13 years. അദ്ദേഹത്തിൻ്റെ സ്ട്രോങ് വിഷൻ,
അദ്ദേഹത്തിന് 13 അല്ലേ അടുത്ത നെക്സ്റ്റ് 13 വർഷത്തേക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റിച്ചസ്റ്റ് മാൻ ആക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഹി ക്രിയേറ്റഡ് സിസ്റ്റംസ് ബിഗർ ദാൻ ഹിംസെൽഫ് ആൻഡ് ഇൻസ്പയർഡ് പീപ്പിൾ ഗ്ലോബലി. അതുപോലെ അദ്ദേഹത്തിനേക്കാളും വലിയ സിസ്റ്റംസ് ഉണ്ടാക്കി ലോകമെമ്പാടുമുള്ള ആളുകളെ അദ്ദേഹത്തിന് ഇൻസ്പയർ ചെയ്യാനും സാധിച്ചു. പവർ ഓഫ് തിങ്കിങ് ബിഗ് എക്സ്പാൻസ് ഇമാജിനേഷൻ ആൻഡ് പോസിബിലിറ്റീസ്. നമ്മൾ വലിയതായി ചിന്തിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ ഇമാജിനേഷനും നമ്മളെക്കാളും വലുതായിരിക്കും. അപ്പോൾ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പോസിബിലിറ്റീസ്, നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന പോസിബിലിറ്റീസ് അതിലും വലുതായിരിക്കും. സോ നമ്മളെപ്പോഴും വലിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ നമ്മുടെ മൈൻഡ് എപ്പോഴും വലിയ കാര്യങ്ങളിൽ ചിന്തിക്കണം. തിങ്കിങ് സ്മോൾ ലിമിറ്റ് യുവർ ഫ്യൂച്ചർ. ചെറിയ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ എനിക്കിത്ര ആയാൽ മതി, അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ ഫ്യൂച്ചർ അവിടെ സ്റ്റോപ്പായി, നമുക്ക് എവിടെയും എത്തിച്ചേരാനായിട്ട് പറ്റില്ല. സോ ഡ്രീമിങ് ബിഗ് ഈസ് ഫ്രീ, ഇറ്റ് കോസ്റ്റ് നത്തിങ്. വലിയ സ്വപ്നം കാണുന്നതിന് നമ്മൾ പൈസ ഒന്നും കൊടുക്കണ്ട. ഇറ്റ് കോസ്റ്റ് നത്തിങ്, ഇതിന് ഒരു പൈസയാവില്ല. വലിയ സ്വപ്നം കണ്ടോളൂ, വലിയ ലക്ഷ്യത്തിലേക്ക് എത്തിക്കോളൂ. ഡോക്ടർ APJ അബ്ദുൽ കലാം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം അല്ലേ, നമ്മൾ ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നം. വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കണം നമുക്ക്. എ ബിഗ് വിഷൻ ക്യാൻ ഇമ്പാക്റ്റ് ദ ഹോൾ വേൾഡ്. ഒരു വലിയ വിഷൻ എന്ത് ചെയ്യും, ഒരു പക്ഷേ ഈ ലോകത്തിനെ മുഴുവൻ തന്നെ അത് മാറ്റിമറിക്കാനായിട്ട് സാധിക്കും. എലോൺ മസ്കിനെ പോലെ അല്ലേ, അദ്ദേഹത്തിൻ്റെ വിഷൻസൊക്കെ സ്പേസ് എക്സ് പോലെയുള്ള വലിയ വിഷനൊക്കെ ലോകത്തിൽ തന്നെ ഒരുപാടധികം ചേഞ്ചസ്. ബിൽഗേറ്റ്സിൻ്റെ സോഫ്റ്റ്വെയർ, മൈക്രോസോഫ്റ്റ് സോഫ്റ്റ്വെയർ ഈ ലോകത്ത് ഒരുപാടധികം ചേഞ്ചസ് ഉണ്ടാക്കി. ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഒരു വിപ്ലവമാണ് ലോകത്തല്ലേ. അപ്പം അങ്ങനെ വലിയ വിഷൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ലോകത്ത് തന്നെ ഒരുപാടധികം മാറ്റം നിങ്ങളിലൂടെ ഉണ്ടാകാൻ സാധിക്കും. വിഷൻ മസ്റ്റ് ബി ഫ്ലെക്സിബിൾ. വിഷൻ ഷുഡ് ബി ക്ലിയർ ബട്ട് ആൾസോ അഡ്ജസ്റ്റബിൾ. വിഷൻ എപ്പോഴും ഭയങ്കര ക്ലിയർ ആയിരിക്കണം, അഡ്ജസ്റ്റബിളോ ആയിരിക്കണം. യു ക്യാൻ അപ്ഡേറ്റ് യുവർ വിഷൻ ആസ് സിറ്റുവേഷൻ ചേഞ്ചസ്. അതുപോലെ തന്നെ നിങ്ങളുടെ വിഷന് ഇപ്പോൾ സിറ്റുവേഷനൊക്കെ മാറുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ വിഷനിലും നിങ്ങൾക്ക് ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് പറ്റണം. അഡ്ജസ്റ്റിംഗ് യുവർ വിഷൻ ഡസ് നോട്ട് മീൻ ലോസിങ് യുവർ പ്രിൻസിപ്പിൾസ്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പോൾ ഓരോ കാലത്തിനനുസരിച്ച് വരുമ്പോൾ ടെക്നോളജീസും കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് നിങ്ങളുടെ വിഷൻസിലും ചേഞ്ചസ് ഉണ്ടാക്കിയെടുക്കുക. അല്ലാതെ അതിൻ്റെ പ്രിൻസിപ്പിൾസ്, ഇപ്പം ബിൽഗേറ്റ്സിൻ്റെ വിഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ കാലത്തിനനുസരിച്ച് ഒരുപാട് അപ്ഡേറ്റ്സ് അദ്ദേഹം വരുത്തിയിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസ് മാറിയിട്ടില്ല, അതിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിന്നു. ഫ്ലെക്സിബിലിറ്റി കീപ്സ് യുവർ വിഷൻ പ്രാക്ടിക്കൽ ആൻഡ് ലൈവ്. അപ്പോൾ ആ ഒരു ഫ്ലെക്സിബിലിറ്റി നിങ്ങളുടെ വിഷനെ പ്രാക്ടിക്കലും അതുപോലെ തന്നെ അലൈവും ആക്കി മാറ്റും. ദെൻ വിഷ്വലൈസിങ് ദ ഫ്യൂച്ചർ ഓൾവേസ് ബിഗിൻ വിത്ത് എൻഡ് ഇൻ മൈൻഡ്. നിങ്ങൾ ഒരു വിഷ്വലൈസേഷൻ നിങ്ങളുടെ മൈൻഡിലുണ്ടായിരിക്കണം എപ്പോഴും. അതിൻ്റെ എൻഡ്, അവസാനം കാണാം. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും എത്തിച്ചേരണമെന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോന്ന് ആയിത്തീരണമുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ആയിത്തീരേണ്ടത് എന്ന് നിങ്ങളുടെ അത് ആയ പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇമാജിൻ ചെയ്യുക. അപ്പോൾ അതിൻ്റെ അവസാനം നിങ്ങൾ ഇമാജിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലേക്ക് നിങ്ങൾക്ക് നടന്ന് ചേരാനായിട്ട് പറ്റും. വിഷ്വലൈസ് യുവർ കമ്പനി ബിക്കമിങ് ഗ്ലോബൽ. അപ്പോൾ നിങ്ങൾക്കൊരു കമ്പനി, അപ്പോൾ എന്തോന്ന് തുടങ്ങണം, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം. അങ്ങനെ നിങ്ങളത് തുടങ്ങി അത് വലിയൊരു സംരംഭമായി മാറി അതൊരു ഗ്ലോബൽ മാർക്കറ്റിലേക്ക് അതെത്തുന്നു. അങ്ങനെയൊക്കെ വലിയതായിട്ട് നമ്മൾ ചിന്തിക്കാം. വിഷ്വലൈസ് യുവർ ബുക്ക് ഗെറ്റിംഗ് പബ്ലിഷ്ഡ്. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും പുസ്തകം എഴുതുകയാണ്, ഇപ്പോൾ ഹാരി പോട്ടറിൻ്റെ പുസ്തകമല്ലേ, അത് ലോകം മുഴുവൻ അംഗീകരിക്കുന്നൊരു പുസ്തകമായി മാറുന്നത്, അത് എല്ലായിടത്തും പബ്ലിഷ് ചെയ്യുന്നത്, എല്ലാവരും വായിക്കുന്നതൊക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്യാം. ദ മൈൻഡ് ബിക്കം സ്ട്രോങ്ങർ വെൻ യു ഇമാജിൻ സക്സസ്. നിങ്ങളിങ്ങനെ സക്സസിനെ കുറിച്ച് ഇമാജിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡ് ഭയങ്കര സ്ട്രോങ്ങർ ആയിരിക്കും. വിഷ്വലൈസേഷൻ ക്രിയേറ്റ്സ് ബിലീഫ് ആൻഡ് ബിലീഫ് ഡ്രൈവ്സ് ആക്ഷൻ. വിഷ്വലൈസേഷൻ നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ടാക്കും, ഒരു വിശ്വാസം ക്രിയേറ്റ് ചെയ്യും. ആ വിശ്വാസം എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആക്ഷൻ ചെയ്യാനുള്ള സ്ഥിരോത്സാഹം തരും, അതുപോലെ തന്നെ മോട്ടിവേഷൻ തരും, കോൺഫിഡൻസ് തരും. ഒടുവിൽ നിങ്ങൾക്ക് അതിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയും ചെയ്യും. സ്ട്രെങ്തനിങ് യുവർ വിഷൻ. റൈറ്റ് ഡൗൺ 100 ഗോൾസ് യു ട്രൂലി വാണ്ട് ടു അച്ചീവ്. എങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷനെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും? റൈറ്റ് ഡൗൺ 100 ഗോൾസ് യു ട്രൂലി വാണ്ട് ടു അച്ചീവ്. നിങ്ങൾക്ക് നേടിയെടുക്കേണ്ട 100 ഗോൾസ് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതിയെടുക്കുക. റൈറ്റ് ദം ക്ലിയർലി ആൻഡ് വിത്ത് പാഷൻ. അത് നിങ്ങൾ എന്ത് ചെയ്യാം, വളരെ ക്ലിയർ ആയിട്ട് പാഷനോട് കൂടിയിട്ട് നിങ്ങളത് എഴുതിയെടുക്കുക. റൈറ്റ് ദം ആസ് ഇഫ് ദേ ഹാവ് ഓൾറെഡി ഹാപ്പൻഡ്. അതുപോലെ തന്നെ അത് ഓൾറെഡി സംഭവിച്ചതുപോലെ നിങ്ങളത് എഴുതിയെടുക്കുക. യു യൂഷ്വലി ഗെറ്റ് വാട്ട് യു ഫോക്കസ് ഓൺ. അതുപോലെ തന്നെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ട് നിങ്ങൾ എവിടെയാണോ ഫോക്കസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് അതിങ്ങനെ അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ ഓൾവേസ് ഫോക്കസ് ഓൺ സക്സസ്. എപ്പോഴും നിങ്ങളുടെ ശ്രദ്ധ എവിടെയായിരിക്കണം, സക്സസ്സിലായിരിക്കണം. വിഷൻ ആൻഡ് ടീം വർക്ക്. ഓർഗനൈസേഷൻ ഡിപ്പെൻഡ് ഓൺ ടീം വർക്ക്. അപ്പോൾ ഏതൊരു സംഘടനയും ഏതൊരു ഓർഗനൈസേഷനും എന്തിന് ടീം വർക്കാണ്. ഒരാൾക്ക് ഒറ്റയ്ക്കിരുന്ന് ഒന്നും നടക്കാൻ പറ്റില്ല. അപ്പോൾ ടീം വർക്കാണ്. അതിന് ഒരുപാട് ആളുകളുടെ സപ്പോർട്ടും സഹകരണവും വേണ്ടിവരും. എ ഷെയർഡ് വിഷൻ മോട്ടിവേറ്റ് ആൻഡ് ഇൻസ്പയർസ് പീപ്പിൾ. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു വിഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടീമിൽ എല്ലാവരോടും അത് പറഞ്ഞിട്ട് അപ്പോൾ എന്ത് ചെയ്യും,
അത് ഒപ്പമുള്ള ആളുകൾക്കും കൂടി അതൊരു മോട്ടിവേഷനാവും, അവർക്കും കൂടി ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. ഇറ്റ് റൈസസ് മോറൽസ് ആൻഡ് ക്രിയേറ്റ്സ് യൂണിറ്റി. അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ ഭയങ്കരമായിട്ടൊരു യൂണിറ്റി ഇത് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. വെൻ ഫോളോവേഴ്സ് സീ എ ക്ലിയർ ഫ്യൂച്ചർ ദേ വർക്ക് ഹാർഡർ. അപ്പോൾ നിങ്ങളുടെ ഫോളോവേഴ്സ് നിങ്ങളിലൂടെ എന്ത് കാണുന്നുണ്ട്? ഒരു ക്ലിയർ ഫ്യൂച്ചർ കാണുന്നുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും? അവരും എത്ര ഹാർഡാണെങ്കിലും നിങ്ങളുടെ കൂടെ അതിൻ്റെ എൻഡിൽ എത്തുന്നത് വരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. പീപ്പിൾ ബിക്കം റെഡി ടു ഗോ ദ എക്സ്ട്രാ മൈൽ വെൻ വിഷൻ ഈസ് സ്ട്രോങ്. അപ്പോൾ എത്ര ദൂരം വരെ താണ്ടി പോകാനും ആളുകൾ തയ്യാറാകും നിങ്ങളുടെ വിഷൻ സ്ട്രോങ് ആണെങ്കിൽ. ദെൻ ലീഡേഴ്സ് റെസ്പോൺസിബിലിറ്റി കമ്മ്യൂണിക്കേറ്റ് ദി വിഷൻ അഗെയിൻ ആൻഡ് അഗെയിൻ. നിങ്ങളുടെ വിഷൻ എപ്പോഴും നിങ്ങളിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്താണ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക്, എവിടെയാണ് നിങ്ങൾക്ക് എത്തിച്ചേരേണ്ടതെന്ന് എപ്പോഴും നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇൻസ്പയർ പീപ്പിൾ ടു അക്സെപ്റ്റ് ദ വിഷൻ ആസ് ദെയർ ഓൺ. എന്ത് ചെയ്യണം? ആളുകളെ, നിങ്ങളുടെ ഫോളോവേഴ്സിന് അവരുടെ സ്വന്തം വിഷൻ എന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? അവർക്കിങ്ങനെ പ്രചോദനം കൊടുത്തുകൊണ്ടേയിരിക്കണം. മേക്ക് എൻ ആക്ഷൻ പ്ലാൻ ആൻഡ് ലീഡ് ദ വേ. ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കണം. ഇതിലൂടെയൊക്കെയാണ് നമുക്ക് സഞ്ചരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ ഒരു വേയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടതെന്ന് എപ്പോഴും അവരിങ്ങനെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കണം. ലീഡേഴ്സ് മസ്റ്റ് ഗൈഡ് പീപ്പിൾ ടുവേർഡ് എ കോമൺ ഗോൾ. ലീഡേഴ്സ് എന്ത് ചെയ്യണം? ജനങ്ങൾ എന്ത് ചെയ്യണം? ഒരു കോമൺ ലക്ഷ്യത്തിലേക്ക്, അതായത് അവരുടെ ഫോളോവേഴ്സിനെ, അവരുടെ ടീംസിനെ ഒരു കോമൺ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് എപ്പോഴും ഗൈഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. യുവർ വേർഡ്സ് ആൻഡ് ഐഡിയാസ് ക്യാൻ ഇൻസ്പയർ പവർഫുൾ ചേഞ്ചസ്. നിങ്ങളുടെ വാക്കുകൾക്കും ആശയങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും? ഒരു പവർഫുൾ ചേഞ്ചസ്, നല്ലൊരു മാറ്റം തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും. വിഷൻ ആസ് എ ജേർണി. വിഷൻ ലൈക്ക് ട്രാവലിംഗ് ഓൺ എ ക്രൂയിസ് ഷിപ്പ്. യു നോ ദ ഡെസ്റ്റിനേഷൻ. എന്താണ് വിഷൻ എന്ന് പറയുന്നത്? എന്താണ്? ഒരു ക്രൂയിസ് ഷിപ്പിൽ ട്രാവൽ ചെയ്യുന്ന പോലെയാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സ്റ്റോംസ് മേ കം, സോ യു മേ ചേഞ്ച് ഡയറക്ഷൻസ്. ഇടയ്ക്കിടയ്ക്ക് കൊടുങ്കാറ്റുകളൊക്കെ വന്നിട്ടും നിങ്ങൾക്ക് വരും അല്ലേ? നമ്മളിങ്ങനെ ഷിപ്പിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആ സമയത്ത് നിങ്ങളുടെ ഡയറക്ഷനൊക്കെ നിങ്ങൾക്ക് മാറ്റേണ്ടി വരും, കപ്പലിൻ്റെ ദിശയൊക്കെ മാറ്റേണ്ടി വരും. ബട്ട് യു നെവർ ലോസ് സൈറ്റ് ഓഫ് ദ ഫൈനൽ ഗോൾ. പക്ഷേ എന്നിരുന്നാലും എവിടെയാണ് നിങ്ങൾക്ക് അവസാനം എത്തിച്ചേരേണ്ടത് നിങ്ങൾക്ക് നന്നായിട്ടറിയും. അതുകൊണ്ട് തന്നെ ദിശകൾ എത്ര മാറ്റിയാലും അവസാനം നിങ്ങൾ അവിടെ അതിൽ എത്തിച്ചേരേണ്ട സ്ഥലത്ത് തന്നെ നിങ്ങളെത്തും. വിഷൻ ഗിവ്സ് കറേജ് ടു കണ്ടിന്യൂ ഡ്യൂറിങ് ചലഞ്ചസ്. അതുകൊണ്ട് തന്നെ വിഷൻ എപ്പോഴും എന്ത് ചെയ്യും? എത്ര വലിയ വെല്ലുവിളികൾ വന്നു കഴിഞ്ഞാലും നമുക്ക് ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള ഒരു കറേജ് നമുക്ക് വിഷൻ തരും. സോ വിഷൻ ഇൻസ്പയർസ് പീപ്പിൾ. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ വിഷൻ എന്ത് ചെയ്യും? ആളുകളെപ്പോഴും ഇൻസ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. വിഷൻ യുണൈറ്റ്സ് പീപ്പിൾ. വിഷൻ ക്രിയേറ്റ് സക്സസ്. ഡ്രീം ബിഗ്, തിങ്ക് ഡിഫറൻ്റ്ലി ആൻഡ് റൈറ്റ് യുവർ വിഷൻ ക്ലിയർലി. ടേക്ക് ഡെയിലി സ്റ്റെപ്സ് ടുവേർഡ് യുവർ ഡ്രീം. വിത്ത് എ ക്ലിയർ വിഷൻ സക്സസ് ബിക്കം പോസിബിൾ ആൻഡ് അച്ചീവബിൾ. ഇതൊക്കെ എന്താണ് അതിൽ നിങ്ങൾ എഴുതാനുള്ളതാണ്. അപ്പോൾ അതാണ് വിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ഒരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ എന്ത് ചെയ്യാം? ഇതിലുള്ള എല്ലാ പോയിൻറ്റുകളും നിങ്ങൾ പഠിക്കാം. ഓക്കെ, താങ്ക് യു.